ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ നിങ്ങൾ? ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ആയി പോകുന്ന ഖുർആൻ. വളരെ നാളായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് ലഭിച്ചപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് നമുക്കിതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൈകൊണ്ട് ടച്ച് ചെയ്യാതെ ആവശ്യത്തിന് അനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ആകുന്ന ആ ഒരു സംവിധാനം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഒരുപാട് പ്രത്യേകതകൾ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തുണ്ട്. ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വോയിസിൽ ഖുർആൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ഖുർആനൊക്കെ ഓതി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഓതി നിർത്തിയത് ആ ഒരു ഭാഗം നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ കണ്ടുപിടിക്കാനുള്ള ആ സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഭാഷ തിരഞ്ഞെടുക്കാൻ വേണ്ടി കാണിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള ഭാഷയിൽ തന്നെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളം അടക്കം ഒരുപാട് ഭാഷകൾ ഇവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ട് ചൂസ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യെസ് കൊടുത്താൽ മതി. ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. നോട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമില്ലല്ലോ. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യേണ്ട ഓപ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് എടുക്കണം. അതിനായിട്ട് ഇവിടെ മുകളിൽ തന്നെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ബാക്ക് ലൈറ്റ് വേണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ലാംഗ്വേജ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ബ്രൗസിംഗ് മെത്തേഡ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ക്രോളിംഗ്, അതായത് ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് ഉണ്ട് എന്ന്, അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വേറെയും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നൈറ്റ് റീഡിംഗ് മോഡ് ഉണ്ട്. അങ്ങനെ ഇവിടെ ലാസ്റ്റ് റീഡിംഗ് പൊസിഷൻ അത് ഓൾവേസ് എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിനെപ്പറ്റി. ഓക്കെ, ഇനി നമുക്കിതാ ഇവിടെ നൈറ്റ് റീഡിംഗ് മോഡ് വേണമെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്യാം. ഓക്കെ, തീംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീംസ് നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഫോണ്ട് സൈസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും കൂട്ടാനും കുറക്കാനുമുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഇത് റീഡ് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് ഫോണ്ട് സൈസ് നിങ്ങൾ കൂട്ടുക. ഫോണ്ട് കളർ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ടെക്സ്റ്റ് സ്ട്രോക്ക് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടെക്സ്റ്റ് ബോൾഡ് എന്ന ഭാഗം ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ട്. ടെക്സ്റ്റ് സ്ട്രോക്ക് കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഓഡിയോ നിങ്ങൾക്ക് ഇവിടെ കറണ്ട് റിസീറ്റർ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഇമാമിൻ്റെ സൗണ്ടിൽ ഈ ഒരു ഖുർആൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാം. പിന്നെ ഓഡിയോ സ്റ്റോറേജ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ആവശ്യത്തിന് അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും ഞാനിപ്പോൾ കാണിച്ചു തന്നു. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നിന്നും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വരികയാണ്. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും, നോ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു അധ്യായം ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. നല്ല മനോഹരമായ ലിപികളിൽ നമുക്ക് ഖുർആൻ ഇവിടെ പാരായണം ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ്, അത് ഇവിടെ ഒരു ബാർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ അത് ഓതാൻ സാധിക്കും. കണ്ടോ, അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് നിങ്ങൾ സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ഇവിടെ കൂട്ടാവുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്കിത് കുറക്കാവുന്നതാണ്. ഓക്കെ, ഓട്ടോമാറ്റിക് സ്ക്രോളിംഗ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ഉണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഓതി തീർത്ത ഭാഗം തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് ചിഹ്നം മുകളിൽ വലതുവശത്ത് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. നിങ്ങൾ ലാസ്റ്റ് എവിടെയാണ് ഓതി വെച്ചത് അവിടത്തേക്ക് നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവിടെ ലോങ് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുവശത്ത് ബ്ലിങ്ക് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പ്ലേ സൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം പ്ലേ ചെയ്ത് നിങ്ങൾക്ക് ഓഡിയോ രൂപത്തിൽ കേൾക്കാൻ സാധിക്കും. ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇമാമിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.